വിരാട് കോഹ്ലി ആണെങ്കിലോ? വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആണ്, വീഗൻ ആണ്. അദ്ദേഹത്തിന് സീ ഫുഡ് ഒന്നും വേണ്ട. നാടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാടൻ പച്ചക്കറിയുടെ ഒരു ഊണ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമ്മളെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോകും. അത്രേ ഉള്ളൂ. പിന്നെ കോഹ്ലി എന്ന് പറയുന്നതും ധോണിയും സീ ഫുഡ് കഴിക്കില്ല, ചിക്കനാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടം. ബാക്കിയുള്ളവരെല്ലാം സീ ഫുഡ് പ്രേമികളാണ്. KL രാഹുൽ, അതേപോലെ രോഹിത് ശർമ്മ, ഇപ്പോഴത്തെ ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, ഇവർക്കെല്ലാം മീൻ ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് അങ്ങനെയുള്ള ഒരാൾക്കാർ. കമൽഹാസൻ അതൊരു എന്റെ ലൈഫിന്റെ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇത്രയും വർഷമായിട്ട്. കാരണം ഇവർക്ക് ഒത്തിരി പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതൊരു ഇതിപ്പോ റീസെന്റ് ആയിട്ട് അധികം അടുത്ത് പറഞ്ഞിട്ടില്ല. വളരെ ഈ റെസ്റ്റോറന്റിന്റെ അപ്പൊ കമൽഹാസൻ എന്ന് പറയുന്നത് എന്റെ പേഴ്സണലി കൊച്ചുനാൾ മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നടനാണ്. കമൽഹാസന്റെ കാര്യങ്ങളൊക്കെ കേട്ടുള്ളൂ. അപ്പം ഒരു പാൻ ഇന്ത്യൻ രജനീകാന്തിനെ പിന്നാണ് നമ്മൾ അറിയാം. പിന്നീടാണ് രജനീകാന്ത്, കമൽ എന്ന് പറയുന്നത്, പിന്നെ അമിതാഭ് ബച്ചൻ, ആ ലെവലിലോട്ടാണ്. പിന്നെ മമ്മൂക്ക, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ എല്ലാ മലയാളികളുടെ പോലെ ഒരു ലെവൽ. അത് കഴിഞ്ഞ് കമൽ, അതിന്റെ തൊട്ട് മുകളിൽ കമൽ അല്ലെങ്കിൽ രജനീഷ് സാറ് അങ്ങനെ വരും. പിന്നെ ഒരു അമിതാഭ് ബച്ചൻ, അങ്ങനെ പിന്നെ ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു നമുക്കൊരു ബിംബമുണ്ട് ഇല്ല. ഇവരൊക്കെ അവരുടേതായ, അതൊക്കെ എത്ര ഫാൻ ആണെങ്കിലും ഇവരെല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ള, ഇന്ത്യയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, മലയാളികൾക്ക് പ്രത്യേകിച്ച്. അപ്പൊ ഈ കമൽ സാറിനെ ചെറുപ്പം പോലെ കാണാം, അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു കമൽ സാറിന് എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന്, അതെന്താ പിന്നെന്താ കാണാം, എപ്പോഴെങ്കിലും പുതിയ മൂവി ഉണ്ട്, ചിലപ്പോൾ കൊച്ചിയിൽ വരുന്നുണ്ട്, അപ്പൊ വേണേ അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷം. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറയും, ഇപ്പോൾ ഇത് നമ്മുടെ കാര്യങ്ങൾ അറിയാം. ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ചെന്നൈയിൽ ഒരു ദിവസം അദ്ദേഹം ഫ്രീ ആണ്, വന്നാൽ കാണാം, വരൂ, പെട്ടെന്ന് വരൂ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞു. ഞാനത് കേട്ടോ, ഇവിടെ ആണെങ്കിൽ ഈ റെസ്റ്റോറന്റ് തുടങ്ങുന്ന, എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ സെറ്റാക്കി വരിക എന്നുള്ളത് അതിന്റെ ഇടയിലാണ്. അപ്പൊ എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. അപ്പൊ ഈ ഒരു 9-ാം തീയതി 7-ാം തീയതിയാണ് ഇത് അറിയുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് കരിമീൻ വേണം, അതും കരിമീൻ മാത്രമേ കഴിക്കൂ. അങ്ങനെയുണ്ടല്ലേ? ഈ ലൈക്ക് പുള്ളി പറയുന്നത്, ഞാൻ ഷൂട്ടിങ്ങിന് വന്നു, ഈറ്റ സിനിമയ്ക്ക് വന്നപ്പോഴാണ് ഈ കരിമീൻ കഴിച്ചു തുടങ്ങിയെന്നാണ് പറഞ്ഞത്. കോതമംഗലത്ത് ഒരു ഷാപ്പിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കരിമീൻ, ലഞ്ച് കരിമീൻ, ഡിന്നർ കരിമീൻ, പ്രിപ്പറേഷൻ മാറും തുടർച്ചയായിട്ട്. കരിമീന്റെ ഏറ്റവും വലിയൊരു പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്. കരിമീന്റെ ഏറ്റവും വലിയ പ്രൊമോട്ടർ. നമ്മൾ അങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഇവിടുന്ന് കരിമീൻ നമ്മൾ ഫ്ലൈറ്റിനകത്ത് 8-ാം തീയതി ഇമ്പോർട്ട് ചെയ്തു. ഇവിടുന്ന് പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് ചെന്നൈ പോന്നു. വൈകുന്നേരം 5 മണി മുതലാണ്. അപ്പോൾ അവിടെ ചെന്ന് ലിഫ്റ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തൊഴുതു, സാർ. അപ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി എന്റെ പ്രൊഫൈലൊക്കെ കണ്ടിട്ടുണ്ടാവും, എല്ലാം അവർ കാണിച്ചല്ലോ, ഇന്ന ആളാണ് വരുന്നത്. അറിയാമെന്ന് പറഞ്ഞു, സാർ എന്നൊക്കെ പറഞ്ഞ് എന്നെയും, ഞാനങ്ങ്, എനിക്ക് മിണ്ടാനൊന്നും പറ്റുന്നില്ല. വന്നു, കണ്ടു, സംസാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, സാർ ഇപ്പോൾ ഫിഷ് കുക്ക് ചെയ്യും, ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര